മാത്രമല്ല കുറച്ചും കൂടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ചാലിയത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം കേട്ടോ അത്. എല്ലാ കടലിൻ്റെ ഭാഗത്തും ഇതേമാതിരത്തെ അവസ്ഥയാവും. നോക്കിക്ക് ഇവിടെ നിന്ന് കടൽ നോക്കുമ്പോൾ എന്ത് ശാന്തത, എന്ത് നല്ല അടിപൊളി കടൽ, എന്ത് തെളിനീര് പോലത്തെ വെള്ളം അല്ലേ. ഭയങ്കര ഒരു എന്താ പറയുക, നല്ല അടിപൊളി തന്നെയല്ലേ. എല്ലാവർക്കും ഇഷ്ടമാണ് കടലിൻ്റെ അടുത്തേക്കൊക്കെ വരാനൊക്കെ. അപ്പോൾ ഇതേ അവസ്ഥ ഒന്ന് കുറച്ച് മുകളിലേക്ക് വന്നാൽ നമ്മളെ കടലിൻ്റെ കരയുടെ അവസ്ഥ ഒന്ന് നോക്കാം. ഇത് നോക്കിയേ, ഈ കടലിൻ്റെ അടുത്തുള്ള ആൾക്കാരും അതേമാതിരി ഈ പുഴൻ്റെ തോടിൻ്റെ അങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ എടുത്തുള്ള ആൾക്കാർ ഓരോ ചെയ്യുന്ന പരിപാടിയാണ്. നോക്കിയേ, ഇനി എന്തൊക്കെ തരം വേസ്റ്റുകളാണ് കൊണ്ടുവന്ന് തട്ടിയിരിക്കുന്നത്. ഇങ്ങനെ കടലിനെ നമ്മൾ എന്താ പറയുക, ഇതൊരു ഈ ചാലിയത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം കേട്ടോ അത്. എല്ലാ കടലിൻ്റെ ഭാഗത്തും ഇതേമാതിരത്തെ അവസ്ഥയാവും. നോക്കിക്ക്, ഇനി ആ ഭാഗത്ത് മാത്രം ചപ്പുചവറുകളില്ല. ഇനി കടലിൻ്റെ വേറൊരു ഭാഗം കാണിച്ചു തരാം. അവിടെ എന്തൊക്കെയൊക്കെയാണ് അടിഞ്ഞു കൂടി വന്നത് കണ്ടോ. അതൊക്കെ ഇങ്ങനെ അടിഞ്ഞു കൂടി വന്നതിരിക്കുക. ഇതൊക്കെ നമ്മൾ പിന്നെ ഓരോ സ്ഥലങ്ങളിലും നമ്മൾ ഇടുന്ന വേസ്റ്റുകളാണ് ഇതേമാതിരി വന്ന് അടിയുന്നത്. നോക്കിക്കേ, ഇവിടെ ചെരുപ്പുകൾ, ഇനി വേണ്ട എല്ലാ വേസ്റ്റും വന്ന് ഈ കടലിനോട് അടുപ്പിച്ച് വന്ന് കിടക്കുകയാണ് കണ്ടോ. ഇതിപ്പോൾ ചാലിയത്ത് പുതിയ വന്ന പിന്നെ എന്താ പറയുക, നമ്മളെ പാറക്കാട്ടോ വരുന്നത്. ചാലിയത്ത് പുതിയ വരുന്നത് അതിൻ്റെ നടപ്പാതയും കാര്യങ്ങളൊക്കെയാണ് അവിടെ. പിന്നെ ഇത് പാറക്ക് ഇത് വേണ്ടോ ഇരിക്കാനുള്ള സ്റ്റേ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉള്ള. ഇനി അങ്ങോട്ട് കുറേ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇത് നോക്കി കണ്ടോ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇതേമാതിരി നമ്മൾ ഒരു 5 വർഷം 10 വർഷം കൂടി ഇങ്ങനെ നമ്മൾ കടലിനോടും പുഴയോടും ചെയ്യുകയാണെങ്കിൽ പിന്നെ ഏകദേശം നമ്മളുണ്ടാവില്ല, അവരേ ഉണ്ടാവുകയുള്ളൂ. ആ കോലത്തിലേക്കാണ് ഇവിടെയൊക്കെ ആയത് കണ്ടോ. എന്ത് അവസ്ഥയാണ് നോക്കി. ഇതിനി ഇവിടെ ഇങ്ങനെ കിടക്കും. എന്നിട്ട് എന്താവും ലാസ്റ്റ് ആർക്കും വേണ്ടാതെ ഇങ്ങനെ സകല സ്ഥലത്തും ഇതേമാതിരി വേസ്റ്റ് അടിഞ്ഞ് കിടക്കുക. ഇതിന് മാത്രം ചെരുപ്പൊക്കെ, ഇതിൻ്റെ ചെരുപ്പ് കമ്പനിയാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ. ഇത് ചെരുപ്പ് കമ്പനി അല്ല, ഇത് കടലിൻ്റെ തീരാണ്. അതാണ് അവിടുത്തെ അവസ്ഥ. മാത്രമല്ല കുറച്ചും കൂടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതും കാണാം കണ്ടോ. ഈ നടക്കുന്ന വഴിയിൽ മൊത്തം ഇതൊക്കെ ശരിക്ക് എന്താ പറയുക, നമ്മളവിടുത്തെ ഗവൺമെൻറ്റൊക്കെ ഒന്ന് ഇടപെട്ടുകാണ്ട് ഇതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരമായിട്ട് ചെയ്യണം. കുറേ ഹരിതകർമ്മസേനൻ്റെ അങ്ങനത്തെ കുറേ ടീമൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ശരിക്കും ഇവിടെ ഇതൊക്കെ വന്നുകാണ്ട് കയറ്റി ഒഴിവാക്കണം. അതായത് ഇവിടുന്ന് എല്ലാ സകല വേസ്റ്റും ഒഴിവാക്കണം. നമ്മളെ നല്ലൊരു കടലാണ് ഇതേമാതിരി മാലിന്യപ്പെട്ടുകാണ്ട് പോകുന്നത്. ഇപ്പോൾ നോക്കി അങ്ങോട്ടൊന്നും എനിക്ക് നോക്കണ്ട, അതുമാതിരി അവസ്ഥയാണ്. ഇനി ഇതിൻ്റെ ബാക്കി കുറച്ചും കൂടി ലോങ്ങിലേക്ക് കാണിച്ചു തരാം. നോക്കി, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. എന്താ ചെയ്യലേ, മനുഷ്യന്മാർ തന്നെ ചെയ്യുന്ന ഓരോ കോലങ്ങളാണ്.